ഇത് 3 ദിവസം കൊണ്ട് അടച്ചു പൂട്ടി ഞാനിത് എന്താ ചെയ്യത്? അപ്പൊ ഞാനിതിന്റെ വക്കീലായിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇത് എന്താ ചെയ്യണ ചോദിച്ചപ്പോ പറഞ്ഞു വാങ്ങിയ ആൾക്കും അറിയില്ല അതെന്താ ഒരു കാരച്ചാടാന്ന് പറഞ്ഞത്. നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി മാടക്കത്തറ പഞ്ചായത്തിലെ വെള്ളാനിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. വെള്ളാനിക്കരയിലെ ജിതേഷേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ജിതേഷേട്ടൻ തന്റെ 30 സെന്റ് പുരയിടത്തിൽ ആട്, പശു, കോഴി, താറാവ് ഉൾപ്പെടെ, തേനീച്ച ഉൾപ്പെടെ, പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഏതാണ്ട് കഴിഞ്ഞ 7 വർഷക്കാലത്തെ ജിതേഷേട്ടന്റെ ഈ കാർഷിക യാത്രയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കർഷകന്റെ ആത്മവീര്യത്തോടു കൂടി ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെല്ലാം നിയമപരമായി നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാർത്ഥതയുള്ള കർഷകരാണ്. ജിതേഷേട്ടൻ നേരിടേണ്ട പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നും അത് തരണം ചെയ്തത് എങ്ങനെയൊക്കെയാണെന്നും സമ്മിശ്ര കൃഷിയിൽ അവലംബിക്കുന്ന കൃഷിരീതികളെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചും സമ്മിശ്ര കൃഷി ലാഭകരമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പോകുന്നത്. ജിതേഷേട്ടനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ജിതേഷേട്ടാ, ഫാമി മലയാളത്തിലേക്ക് സ്വാഗതം. മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, അതിന് നേരിട്ട രീതികൾ എങ്ങനെയൊക്കെ? ഇത് പന്നീനെ വളർത്തി നമ്മളിത്. അപ്പൊ അത് കാര്യമായിട്ടുള്ള മണങ്ങള് അങ്ങനെയൊക്കെ വന്നപ്പോ പഞ്ചായത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ നിർത്താൻ പറഞ്ഞില്ല, അത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. 3 പന്നീനെയാണ് ഉണ്ടായിരുന്നത് എന്റെ കയ്യില്. 3 അപ്പോ ഞാൻ പരമാവധി നോക്കി, പക്ഷെ എങ്കിലും അതിൽ മണം വരുന്നുണ്ട്. പന്നിക്കൊരു പ്രത്യേക മണം ഉണ്ട്. അത് ഞാൻ ഒഴിവാക്കി വിചാരിച്ചു. പിന്നെ അതോടുകൂടി കേസും ഇതൊക്കെ അവസാനിക്കല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നൊരു 2 മാസം കഴിഞ്ഞപ്പോ പാന്റെ ശല്യം എന്ന് പറയുന്നുണ്ട്. ചുറ്റുപാടും വീടുകളില് 2 വീടുകളിലേക്ക് പാന്റെ ശല്യം എന്ന് പറഞ്ഞു. തൊട്ട് മുമ്പില് ബാലവാടി സ്കൂളുണ്ട് കേട്ടോ, 10-15 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടേക്കില്ല, ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പഞ്ചായത്ത് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഒരു മരുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയിട്ട് പറഞ്ഞൊരു മരുന്ന് മേടിച്ച് അടിച്ചു. പക്ഷെ B3 ആയിട്ട് കോഴിക്ക് പാൻ വരില്ല. ആ കോഴി പൊരിഞ്ഞിരിക്കുന്നതല്ല, എപ്പോഴും കേജ് സിസ്റ്റത്തിൽ നിൽക്കണതാണ്. എപ്പോഴും എയർ പാസും അങ്ങനെ ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്ന കോഴിയാണ് അത്. അങ്ങനെ അതുമ്പോ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് മണം രാത്രി കാലങ്ങളില് മണങ്ങൾ വരികയാണ്. പരാതിക്കാർ മുഴുവൻ അയലോക്കാർ തന്നെയാണ്. അങ്ങനെ പഞ്ചായത്ത് വന്നത് സ്റ്റോപ്പ് മെമ്മോ തന്നു. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് അടച്ചു പൂട്ടി എല്ലാ പരിപാടിയും നിർത്തണമെന്ന് പറഞ്ഞു. അന്ന് എന്റെ 100 കോഴി, 50 താറാവ്, 40 ആട്, 2 പശു, പിന്നെ കളക്കുണ്ടായിരുന്നു. കളക്കം ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. ഇത് 3 ദിവസം കൊണ്ട് അടച്ചു പൂട്ടി ഞാനിത് എന്താ ചെയ്തത്? അപ്പൊ ഞാനിതിന്റെ വക്കീലായിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇത് എന്താ ചെയ്യണ ചോദിച്ചപ്പോ പറഞ്ഞു നമുക്ക് ഇതിന് കുറെ മറുപടികളൊക്കെ കൊടുത്തു. എങ്കിലും അവരതിനൊന്നും തയ്യാറല്ല. അവര് പിന്നെ ഇവിടെ അന്വേഷിക്കാൻ വന്നിട്ടില്ല. അവരാ സ്റ്റോപ്പ് മെമ്മോ തന്നു. പിന്നെ നടപടിയാണ് പിന്നെ പറയണത്. അപ്പൊ ഇതിനാകെ ഒരു പോംവഴിയുള്ളത്, പഞ്ചായത്തിനെതിരെ നമ്മള് പോണമെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ബോർഡ് ഉണ്ട് തിരുവനന്തപുരത്ത് പഞ്ചായത്തിന്റെ. അവിടെ പോയിട്ട് നമ്മൾ ഇത് കൊടുത്തു. അപ്പൊ അവര് അവിടുന്ന് ഒരു അറിയിപ്പ് വന്നു, 4 ദിവസത്തിനുള്ളുകൊണ്ട് ഇത് നിലനിർത്താൻ. അതായത് ഇതിപ്പോ ഒന്നും ചെയ്യണ്ട, സ്റ്റേ തന്നു എനിക്ക്. പിന്നെ അതിന്റെ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന കർഷകർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും ജിതേഷേട്ടന്റെ ഒരു ആത്മവീര്യവും അതിനെ നേരിട്ട ഒരു രീതിയൊക്കെ ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. പ്രധാനമായും ഫാമി മലയാളം എന്ന് പറയുന്ന ഈ ചാനലില് ലാഭകരമായ കൃഷിയിലേക്ക് കർഷകനെ നയിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നമ്മുടെ ചാനലിന്റെ. ജിതേഷേട്ടൻ ഒരു സമ്മിശ്ര കർഷകനാണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണത്? എന്റെ കോഴിയുണ്ട്, B3 ആയിട്ട്, താറാവ്, പശു, ആട്, തേനീച്ച, പിന്നെ കുറച്ച് പച്ചക്കറി കൃഷി. ആട് നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതിനാണ്? ആട് കനേഡിയൻ പിഗ്മി എന്ന് പറയുന്ന ഒരു ഫാൻസി ആടാണത്. പിന്നെ ഒരു മലബാറി ആടുണ്ട്. ഈ കനേഡിയൻ പിഗ്മി എന്നൊക്കെ പറയുന്നതേ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാത്ത ഒരു ബ്രീഡല്ലേ? എങ്ങനെയാ ബ്രീഡിലേക്ക് എത്തിയത്? നമ്മൾ സ്വാഭാവികമായി എത്തിപ്പെട്ടതാണോ, അതോ ബ്രീഡ് പോയി എടുത്തതാണോ? ഇതിനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നു, അറക്കാൻ കൊണ്ടുപോകുമ്പോ ഞാൻ മേടിച്ചത്. അവര് എന്ത് തരം ആടാന്ന് അറിയാണ്ട് മേടിച്ചു കൊണ്ടുപോകുന്നത് അവിടെ നിന്ന്. അപ്പൊ ഞാൻ കണ്ടപ്പോ എനിക്കത് ഒരു രസം തോന്നി അതിനെ കണ്ടപ്പോ. അപ്പൊ അല്ല, നമ്മളിത് വാങ്ങുന്ന സമയത്ത് നമുക്ക് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല, അറിയില്ല ഏതാണ് ബ്രീഡ് നമുക്കും അറിയില്ല. കാണുമ്പോ ഒരു നല്ലൊരു ഓമനത്വം തോന്നി. പിന്നെ അവരാ നിക്കണ നിലവൊക്കെ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നിപ്പോ ഞാൻ മേടിച്ചു അത്. പിന്നീടാണ് അതിനെ കുറിച്ച് മനസ്സിലായത് അതൊരു കനേഡിയൻ പിഗ്മി എന്ന് പറയുന്ന ആടാണ്.
അത് ഫാൻസി ആടാണ്. മാംസത്തിന് ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. ഒരു ബാക്കി പാലൊന്നും അതിന് ഇല്ല. ഇല്ല. പാല് കിട്ടില്ല. താരതമ്യേന ചെറിയ ആടാണ്. ചെറിയ ആടാണ്. രോഗപ്രതിരോധ ശേഷി ഭയങ്കരമാണ്. ഏത് ചെളിയിലും വെള്ളത്തിലും വേണമെങ്കിൽ കെട്ടിയിടാ. അതാണ് പ്രത്യേകത. ഒരു വിഷയവും ഇല്ല. മലബാറി പോലെ തന്നെയാണ്. അതെ, ചൂടായാലും കുഴപ്പമില്ല, തണവായാലും കുഴപ്പമില്ല. എത്ര വർഷമായി നമ്മൾ ഈ ആടിനെ വളർത്തുന്നു? ഞാനിപ്പോ ഒരു ആട് ഞാൻ വളർത്തി ഒരു 10-15 വർഷമായിട്ട് ആട്ടങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ കനേഡിയനെ വളർത്തിയിട്ട് 4 വർഷം 4 വർഷമായിട്ടുള്ളൂ. 4-4.5 വർഷമൊക്കെ ആയിട്ടുള്ള എന്റെ കിട്ടിയിട്ട്. എത്ര ആടിനെ വാങ്ങിയത്? അത് 3 മേടിക്കുന്നത് ഞാൻ ആകെ 6,000 രൂപയ്ക്ക് മേടിക്കുന്നത്. 6,000 രൂപയ്ക്കാണ് കനേഡിയൻ ബിഗ് ബീൻ എന്ന് പറയുന്ന ഇനത്തിനെ വാങ്ങണത്. സത്യത്തിൽ ഈ വാങ്ങിയ ആൾക്കും ആൾക്കും അറിയില്ല ഇത് ഏതാണ്. അതെന്താ ഒരു കാരച്ചാടാന്ന് പറഞ്ഞത്, ഒരു 4ാമത്തെ ആടാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആള് മേടിച്ചു കൊണ്ടുപോയി. അതാണ്, അതായത് വാങ്ങിയ ആൾക്കും വിറ്റ ആൾക്കും അതിന്റെ കാര്യം അറിയില്ല. അപ്പൊ നമ്മളിത് ശേഷം വളർത്തി തുടങ്ങിയപ്പോഴാണ് ഏത് ഇനാണെന്ന് അറിയാം. അതെ, നമ്മളിപ്പോ ഇങ്ങനെ ഓരോ ചാനലിലൊക്കെ കാണുമ്പോഴേ അങ്ങനെയാണ് ഈ സാധനം മനസ്സിലായത്. കനേഡിയൻ ബിഗ് ബീൻ എന്ന് പറഞ്ഞ ആടാണ്. അപ്പൊ പിന്നെ അത് പ്രസവിച്ചു കഴിഞ്ഞാല് 2 കുട്ടി എങ്ങനെയാലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വില എത്ര അതിന്? ഇവിടെ വന്നിട്ട് ഒരു ഡോക്ടറാണ് ഫസ്റ്റ് വന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാനൊരു 10,000 രൂപ പറഞ്ഞു. ഒരു 8,000 രൂപ തരുമോ ചോദിച്ചു. ശരിന്ന് പറഞ്ഞു, ഒരെണ്ണത്തിന് കൊടുത്തു. പിന്നെയൊക്കെ പറഞ്ഞു ചിലവര് 12 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാര് പറഞ്ഞതിനനുസരിച്ച് നമ്മള് അങ്ങനെ ഒരു കടുംപിടുത്തത്തോടു കൂടിയുള്ള വിലയൊന്നും ഇല്ല. അപ്പൊ ആഗ്രഹമുള്ള ആൾക്കാർ നമുക്ക് ഇങ്ങനെ വില പറഞ്ഞു കിട്ടിയതാ. അപ്പൊ ആഗ്രഹമുള്ളവരാകുമ്പോ നമ്മള് വല്ലാണ്ട് വില പറയൊന്നുമില്ല. അല്ല, കാണുമ്പോ തന്നെ ഒരു ഓമനത്തുള്ള ഒരാളാണ്. ഓമന മൃഗമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു. അതെ, ഉപദ്രവകാരി അല്ല അത്. ഒന്നുമില്ല. പക്ഷെ അതിന്റെ ഈ മുട്ടനാടിനെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ടൊരു ഭീകരത തോന്നുന്നു. അവരിത്തിരി സ്ട്രെങ്ത് കൂടിയുള്ള ഒരു ഇതാണ്, കൂടുതലാണ് അല്ലേ? അവരധികം ഇടിച്ചു പൊട്ടിക്കാനൊക്കെ ശേഷിക്കേണ്ടവർക്ക് അങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മള് ഇവിടെ ക്രോസ് ചെയ്യിപ്പിച്ചു കൊടുക്കണ്ടോ? അതെ, അങ്ങനെ ഇപ്പൊ അധികാരം വരവില്ല. അത് ഇങ്ങനെ ആടില്ലല്ലോ ഈ പരിസരത്ത് അധികം. അപ്പൊ നമ്മുടെ ആടിനെ തന്നെ ക്രോസ് ചെയ്യണത്. അതല്ലേ. പിന്നീട് പിന്നൊരു ഒറ്റനെ ഞാൻ പുറത്തു പോയിട്ട് ക്രോസ് ചെയ്തത് എന്ന് വെച്ചാൽ ഇവര് ഈ വർഗം ഓരോ ബന്ധത്തിൽ നിന്നാകുമ്പോഴാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും പറഞ്ഞിട്ടേ. അപ്പൊ ഈ ചാവക്കാട് ഒരു വട്ടം കൊണ്ട് ക്രോസ് ചെയ്തത്. അങ്ങനെ അതിന്റെ മെയിൽ തന്നെ ഉണ്ടായിരുന്നു. കനേഡിയന്റെ മെയിൽ തന്നെയാണ്. ഞാൻ ഈ യൂട്യൂബ് കൂടെ കണ്ടത്. അവിടെ കൊണ്ടുപോയി ക്രോസ് ചെയ്തോ, ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി അതില് ക്രോസ് ചെയ്ത്. പിന്നെ മറ്റേ നമ്മുടെ പിന്നുള്ളത് BV380 കോഴി. BV380 കോഴി എത്ര ഉണ്ട് നമ്മുടെ? BV380 കോഴി നമുക്കിപ്പോ ഗവൺമെന്റ് പറയണത് 100 എണ്ണം വളർത്താണെന്ന് പറയണത്. അതിന്റെ ഒരു 65 ഉണ്ട് ഇപ്പൊ. 65 കോഴിയുണ്ട്. 65 BV380 കോഴിക്ക് നമ്മൾക്ക് എത്ര മുട്ട ഒരു ദിവസം? നന്നായിട്ടൊക്കെ നോക്കി വൃത്തിപ്പെടുപ്പോടെ കൂടിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 45-50 മുട്ടയുടെ ഉള്ളിൽ കിട്ടും ദിവസം. 65 കോഴിക്ക്. അതല്ലേ, ഏതാണ്ട് ഒരു 75% കോഴി മുട്ടയിടും. നല്ല രീതിയിലൊക്കെ നന്നായി അവർ പറയണ തീറ്റ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. ഈ മറ്റു മുട്ടകളിൽ നിന്നും ഇതിന് കളർ വ്യത്യാസവും ഒപ്പം തന്നെ പോഷക ഗുണവും കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൊടുക്കുന്ന തീറ്റയുടെ ഭാഗമായിട്ടാണോ അതോ ഈ കോഴിയുടെ ഒരു സവിശേഷതയാണോ? കൊടുക്കുന്ന തീറ്റയുടെ ഭാഗം എന്നാണ് എന്റെ അറിവ്. എന്താ വെച്ചാൽ സാധാരണ ഇട്ട് മുട്ട നോക്കുമ്പോ ഒരു മഞ്ഞ തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ട് ഈ ഇലകൾ കൊടുക്കുക, ഈ ചീര, കൊപ്പയുടെ ഇല, മുരിങ്ങയില, അതൊക്കെ കൊടുക്കുമ്പോ ഒരു 10-15 ദിവസത്തെ കഴിഞ്ഞിട്ടുള്ള മുട്ടകൾ നോക്കുകയാണെങ്കിൽ ആ മഞ്ഞക്കരുവിന് ഒരു ഓറഞ്ച് കളർ കയറിയ പോലെ, ഓറഞ്ച് രാശി പോലെയാവും. അത് നമ്മള് കറി വെക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ വ്യത്യാസം. തനി മഞ്ഞല്ല, ഒരു ഓറഞ്ച് വ്യത്യാസമുണ്ട്. നാടൻ കോഴിയുടെ മുട്ടയും ഇതും BV380 തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ BV380 കോഴീനെ നമ്മളൊരു ബാച്ച് ഇറക്കുകയാണല്ലോ ചെയ്യണേ. അത് എവിടെന്നാണ് നമ്മൾ കൊണ്ടുവരിക? അതിപ്പോ നമ്മൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം KVK എന്ന് പറയുന്നത് മണ്ണുത്തിലല്ല, വെള്ളാനിക്കര. അവിടെ നിന്നാണ് നമ്മള് 4 ആഴ്ചയായ കുട്ടികളെ മേടിക്കുക. ബുക്ക് ചെയ്യണം, അവരുടെ അടുത്ത് മുമ്പേ ബുക്ക് ചെയ്യണം. എത്ര കുട്ടി വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുക. അപ്പൊ ആ സമയമാകുമ്പോ അവര് നമ്മളെ ഫോണിൽ ബന്ധപ്പെടും. നമ്മള് പൈസ അടച്ച അപ്പൊ തന്നെ. എത്ര രൂപ വരുന്നുണ്ട്? 165 രൂപയായിരുന്നു ഞാൻ വാങ്ങുമ്പോ. ഇപ്പൊ 5 രൂപയോട് കൂടിയുണ്ട്. ഒരു കുട്ടിക്ക് 165 രൂപ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ചിലപ്പോ 170 ആവാം. അപ്പൊ നമ്മള് ഒരു ബാച്ച് എന്ന് പറയുന്നത് 100 കോഴിയാണ്. 100 കോഴിയൊക്കെ ആയിട്ട് എടുക്കുക. 100 കോഴിയായിട്ട് എടുക്കും.
എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോഴാണ് മുട്ടയിടാൻ തുടങ്ങാം? അവര് 6 ആഴ്ച എന്ന് പറയുമ്പോ 2.5 മാസമായ കോഴിക്കുട്ടീനെ തരുന്നത്. 4 മാസം 5 മാസം കഴിയുമ്പോഴാണ് സാധനം മുട്ടയിടാൻ തുടങ്ങാം. 2 മാസം നമ്മൾ നോക്കണം. പൂർണ്ണമായി തീറ്റ കൊടുത്ത് പൂർണ്ണമായിട്ടുള്ള തീറ്റ കൊടുത്ത് അതിനിടയിൽ ഒരു 2 വാക്സിനേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യണത്. അത് നമുക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ചിറകന്റെ അടിയിൽ കുത്തിവെക്കുക, പിന്നെ വിരക്കുള്ള മരുന്ന് കൊടുക്കുക. അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. 5 മാസമായി കഴിഞ്ഞാൽ മുട്ടയിടാൻ തുടങ്ങും. അപ്പോ 5 മാസം മുതൽ പിന്നെ എത്ര ദിവസം മുട്ട കിട്ടും? 365 ദിവസമാണ് കോഴിയുടെ മുട്ടയുടെ കണക്ക് പറയുന്നത്. അതായത് നമ്മൾ കൊണ്ടുവന്ന് 5 മാസം നോക്കിയതിന് ശേഷം പിന്നെ 1 മുതൽ മുട്ടയിടാൻ തുടങ്ങിയ പിന്നെ ഒരു വർഷം മുട്ട നമുക്ക് കിട്ടും. അതായത് 350 320 മുട്ടയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ തന്നെ നോക്കി പോരുകയാണെങ്കിൽ നോക്കാം. ഒരു 365 ദിവസത്തിൽ ഒരു 325 മുട്ടയെങ്കിലും ഒരു കോഴി ഇടും. അതാണ് അതിന്റെ പ്രത്യേകത. ശരി, ഇതിന് കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ? അതിനിപ്പോ നമ്മളൊരു 2 മാസം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോ സ്റ്റാർട്ടറാണ് കൊടുക്കണത്. സ്റ്റാർട്ടർ കൊടുത്ത് ഒരു മാസം 2 മാസം 3-ാം മാസം ആവുമ്പോ സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രോവർ എന്ന് പറഞ്ഞ തീറ്റയുണ്ട്. ഗ്രോവർ ഈ സ്റ്റാർട്ടറും ഗ്രോവറും മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഗ്രോവറിലേക്ക് ആക്കും. അത് കഴിഞ്ഞ് ഗ്രോവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ മുട്ടയിടും. ചെറിയ മുട്ടയിടും. അപ്പൊ നമ്മള് ലയർ എന്ന് പറഞ്ഞൊരു തീറ്റയുണ്ട്. അപ്പൊ ഈ ഗ്രോവറും ലയറും കൂടി മിക്സ് ആക്കിയിട്ട് പകുതിയായിട്ട് കൊടുക്കും. ഒറ്റയടിക്ക് കൊടുക്കുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണത്. പിന്നെ ലാസ്റ്റ് ഫുള്ള് ലെയർ കൊടുക്കും. ഒരു 110 ഗ്രാം കഷ്ടി 120 ഗ്രാം ദിവസം കൊടുക്കും. തീറ്റ കൊടുക്കും ഒരു ദിവസം മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ. ശരി. ഈ മുട്ടയുടെ വിപണനം എങ്ങനെയാ നമ്മൾ നടത്തണേ? വിപണനം വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കടകളുണ്ടല്ലോ, നമ്മൾ ഈ ചെറുകിട പച്ചക്കറി കടകള്, പിന്നെ ഹോർട്ടികോർപ്പിന്റെ കടയാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ എടുക്കണത്. നമ്മുടെ തൃശ്ശൂർ ഇപ്പൊ ഹോർട്ടികോർപ്പിന്റെ ഒരു നല്ല 2 സ്റ്റാളുണ്ട്. അവര് എത്ര മുട്ടയാണെങ്കിലും എടുക്കും. വിപണനത്തിൽ പ്രയാസമില്ല. ഇല്ല. ഒരു മുട്ടയ്ക്ക് നമുക്ക് എത്ര രൂപ കിട്ടും? നമ്മള് വീട്ടിലൊക്കെ കൊടുക്കണത് 9-10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. മറ്റേ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് 8 രൂപയ്ക്ക് കൊടുക്കും. അവർക്ക് ഉള്ളൊരു മാർജിൻ കുറച്ചിട്ടാണ് കൊടുക്കുക അല്ലെ? 365 ദിവസം മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുട്ട ഇടില്ലല്ലോ. ഇല്ല, മുട്ട കുറയും. മുട്ട ഇടില്ല എന്നല്ല, പിന്നെ 365 ദിവസം കഴിഞ്ഞാൽ പിന്നെ മുട്ട വരുന്ന 365 പകുതി മുട്ടയിടുള്ളൂ. നേരെ കുറയും. അപ്പൊ പിന്നെ തീറ്റ നമുക്ക് ലാഭകരമല്ലാതെ തീറ്റ ചെലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യും. അപ്പൊ നമ്മളതിനെ കൂടുതലായിട്ട് ഇത് കോഴിക്കോട് ഭാഗത്തേക്ക് പോണത്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് ആളുകൾ വന്ന് എടുത്തിട്ട് പോകും. അവരെന്തൊരു ബിരിയാണി ഉണ്ടാക്കാനാന്ന് പറഞ്ഞ കോഴി അത്ര സോഫ്റ്റ് അല്ല അതിന്റെ ഇറച്ചി. പിന്നെ ഇതാവുമ്പളേ ഹാർഡാണ്. ഒരു ലഗോൺ കോഴിയുടെ ഒക്കെ പോലെ ഹാർഡാന്ന് പറയുന്നത്. ഉടയില്ല അത്ര അത് അങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുന്നു. അത് ആ ഭാഗത്ത് ബിരിയാണിക്ക് എന്തൊരു പ്രത്യേക ബിരിയാണിയുടെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെ ബന്ധപ്പെട്ട് അവർ തീറ്റ ആദ്യം എനിക്ക് അവർ ഇറക്കി തന്നോടേ. എന്റെ തീറ്റ ആ ഭാഗത്ത് വന്നോടത്. അപ്പൊ അവരാണ് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നത്. അവര് തന്നെ ഈ കോഴിനെ കൊണ്ടുപോകും, കംപ്ലീറ്റ് കൊണ്ടുപോകും ഒരു വർഷം കഴിയുമ്പോ അല്ലേ? ഓക്കെ. അപ്പൊ അതിന് എത്ര രൂപ നമുക്ക് കിട്ടാറുണ്ട്? അതിന് ഇപ്പൊ നമുക്ക് മാർക്കറ്റില് മറ്റേ കോഴിക്ക് ഒരു 160 രൂപയാണെങ്കിൽ ഒരു 140 രൂപ 130 രൂപ ഒക്കെ, അതിനൊരു 10-15 രൂപ കുറവായിട്ട് നമ്മുടെ വ്യത്യാസം വരുള്ളൂ. അപ്പൊ നമ്മള് ഇത്രയും കാലം നോക്കിയതിന് മുട്ടയെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന സമയത്തും ഈ ഒരു ആവറേജിൽ ഈ കോഴി മേടിച്ച വില നമുക്ക് കിട്ടും. അതാണ് ആവറേജിന് മുകളിൽ നമുക്ക് പൈസ വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കാരണം ഈ കൃഷിയിലേക്ക് ആളുകൾക്ക് താല്പര്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഓക്കെ. പിന്നെ നമ്മുടെ ഉള്ളത് നാടൻ കോഴിയല്ലേ? കോഴി അത് ഈ മറ്റേ തലശ്ശേരി കോഴിയാണ്. അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയത്. അത് കർഷക സർവകലാശാലയില് 65 രൂപ പ്രായം, ഒരു ദിവസം പ്രായമുള്ള കുട്ടികളെ മേടിക്കുക. അത് ഡേ ഓൾഡ് കുട്ടികളെ മേടിച്ച് നമ്മള് അതിനെ ലിറ്ററൊക്കെ തയ്യാറാക്കി അങ്ങനെ വളർത്തിയെടുക്കും. അതില് ഒരു ദിവസം പ്രായമുള്ള കുട്ടിയെ നമ്മൾ കൊണ്ടുവരും. യൂണിവേഴ്സിറ്റിയിൽ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ ബാക്കി മുഴുവൻ പിന്നെ ബാക്കിയുള്ള എല്ലാ വാക്സിനേഷനും തീറ്റയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം മാസം 6-ാം മാസം തൊട്ട് മുട്ടയിട്ട് തുടങ്ങും. നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഇതിനെക്കാളും വില കൂടുതലുണ്ട്. എത്ര ഉണ്ടാവും? അത്
15 രൂപയൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ 10 രൂപയ്ക്കാണ് കൊടുക്കണത്. നമ്മള് രണ്ടും ഏതാണ്ടൊക്കെ ഒരേ സെയിം റേറ്റിൽ തന്നെയാണ് കൊടുക്കണത് ആണല്ലേ. അപ്പൊ ഈ നാടൻ കോഴിയായിട്ട് നമ്മൾ കൊടുക്കണ്ടോ, മുട്ട മാത്രമേ കൊടുക്കുള്ളൂ? കോഴി ചാത്തന്മാരെ കൊടുക്കും ആണുങ്ങളെ. അതിപ്പോ അവര് വന്ന് പൂജയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ വില അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും ആവറേജ് ഒരു ചാത്തിന് ഒരു 450 രൂപ 500 രൂപ അടുത്ത് നമുക്ക് കിട്ടും. അത് വിപണനത്തിന് പ്രയാസം ഉണ്ടാവില്ല. കോഴി വിൽക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇല്ല. പിന്നുള്ളത് നമ്മുടെ താറാവ്. അതും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡേവോളിൽ കുട്ടികളെ മേടിക്കുന്നതാണ്. അത് കുട്ടനാടൻ, ചാര, ചെമ്പല്ലി എന്ന് പറഞ്ഞ 2 വിഭാഗമാണ് അതിന് മേടിക്കുന്നത്. അതൊരു 50 എണ്ണത്തിനേക്ക് മേടിക്കും. പിന്നെ അതില് ചാത്തന്മാര് നമുക്ക് തിരിച്ചറിയാം. ഒരു 4 മാസം കഴിയുമ്പോൾ തിരിച്ചറിയാം. അത്രേ പറ്റുള്ളൂ. 4 മാസം കഴിയണം ഇത് ചാത്തനെ തിരിച്ചറിയണെന്ന് എനിക്ക്. അപ്പൊ നമ്മൾ ഒരു 5 മാസം ആകുമ്പോ ചാത്തന്മാരെ വെക്കും. അത് മൊത്തം എടുത്തു കൊണ്ടുപോകും ചാത്തന്മാരെ വന്നിട്ട്. അത് ഈ മാർക്കറ്റിനോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്, വീട്ടുകാരല്ല മേടിക്കണേ. ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഈ കാറ്ററിംഗുകാരില്ലേ, അവരൊക്കെ വന്ന് എടുക്കാറുണ്ട്. അപ്പൊ ഒരു 1,600 തൂക്കം കിട്ടും നമുക്ക് ചാത്തന്മാര് കിട്ടും 5 മാസം ആകുമ്പോ. തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോ അപ്പൊ ഒരു 250 രൂപ കിലോന് വെച്ചിട്ടാണ് എടുക്കണത്. അപ്പൊ ഒരു 500-600 രൂപ നമുക്ക് ചാത്തന് എന്തായാലും കിട്ടും. അത് അതല്ലേ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇവരുടെ കൂടെ ഇട്ട് നോക്കിയിട്ടേ ലാഭമല്ല നമുക്ക് തീറ്റ ബുദ്ധിമുട്ടാണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക്. അതുകൊണ്ട് അതിൽ നിന്ന് ഉത്പാദനം ഇല്ലല്ലോ, അതിനനുസരിച്ചുള്ള ഇറച്ചി കയറൂല. അതെ. ചാത്തന്മാരെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് താറാവിന്റെ മുട്ട കൊടുക്കണ്ടോ? താറാവിന്റെ മുട്ട കൊടുക്കേണ്ടത് 12 രൂപ വെച്ചിട്ട് കൊടുക്കുന്നത്. അതല്ലേ, വലിയ മുട്ടയാണല്ലോ. കുഴപ്പമില്ല. അതും ഇവിടെ തന്നെയാണോ? അത് വീട്ടിൽ തന്നെ വന്ന് മേടിക്കും ആൾക്കാര്. ഉണ്ടല്ലേ. ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് നമുക്ക്. അകലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ജോലി കഴിഞ്ഞ് പോണവരൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ വാങ്ങിക്കോളും. പിന്നെ കൂടുതൽ മുട്ട മേടിക്കുന്നത് ബോഡി ബിൽഡേഴ്സ്. ഈ മുട്ട കൊണ്ടുവന്നത് അതിൽ പ്രോട്ടീൻ, വെള്ളയുടെ അംശം കൂടുതലായില്ലേ ഈ BV38 കോഴിയുടെ. അതിലും മഞ്ഞക്കരുവിനായിട്ട് കൂടുതൽ വെള്ളയാ. അത് പ്രോട്ടീൻ കൂടും, പ്രോട്ടീന്റെ അംശം കൂടുതലാണ് അതില്, കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അത് അങ്ങനെ മേടിച്ചു കൊണ്ടുപോകണം. 10-50 മുട്ടയ്ക്ക് മേടിച്ചു കൊണ്ട് ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇല്ലേ, അവര് കണ്ടമാനം ഇത് സാധനം കഴിക്കണത്. നാടൻ മുട്ടേനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ ആവശ്യത്തിനുണ്ടാവും. വെള്ള കൂടുതൽ അതിന്റെ അകത്ത്. മഞ്ഞക്കരു സാധാരണ കഴിക്കില്ലല്ലോ. മഞ്ഞക്കരു നല്ലതൊക്കെയാണ്, വെറുതെ അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗമുണ്ട് അല്ലെ. അതെ, മഞ്ഞക്കരു കൂടുതൽ ആവശ്യമില്ല അവർക്ക് വെള്ളേന്റെ മസിൽ ഡെവലപ്മെന്റിനൊക്കെ നല്ലത്. പശു ഏതാണ് ഇതിനുള്ളത്? നാടൻ പശുക്കളാണ് ഞാൻ വളർത്താറ്. സഹിവാളാണ് ഇപ്പൊ എന്റെ ഉള്ളത്. സഹിവാള് നാടനല്ല, രാജസ്ഥാനല്ലേ? നാടൻ ഇന്ത്യയിലത്തെ ബ്രീഡ് നടത്തിന്നാണ് അവര് പറയണത്. ഈ സഹിവാളിന്റെ പാലിന് കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലാണ്, കട്ടി കൂടുതലുണ്ട്. A1 മറ്റോണ് അറിയപ്പെടുന്നത്, അങ്ങനെ എന്താ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ തൈരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കട്ടി കൂടുതലാണ്, പാലിലും കട്ടി കൂടുതലാണ്. പാല് നമ്മള് വീട്ടാവശ്യത്തിനുള്ള പാലുള്ളോ അതോ കൊടുക്കണ്ടോ? വീട്ടാവശ്യത്തിനും ഉണ്ട്, കൊടുക്കണമുണ്ട്. കൊടുക്കാൻ പാലുണ്ട്, കൊടുക്കാൻ കിട്ടുന്നുണ്ട് പാല്. അപ്പൊ അത് എത്ര ലിറ്ററിന് എത്ര രൂപ? 80 രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കണത് പാല്. 80 രൂപ വെച്ചിട്ട് കൊടുക്കണത് സഹിവാളിന്റെ പാല്. കൂടുതൽ റെഡിമെയ്ഡ് തീറ്റകൾ കൊടുക്കണതുകൊണ്ട് കുറവാണ് കൊടുക്കണത്. പശു മറ്റേ കോഴിക്ക് മാത്രമേ കൂടുതലായിട്ട് റെഡിമെയ്ഡ് കൊടുക്കുന്നത്. പിന്നെ ഈ പശുവിന് ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാണ്. തീറ്റ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യാണ്. അതെ, ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ? അതായത് താറാവിനുള്ള തീറ്റ ഒരുമാതിരിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കണത്. നാടൻ കോഴിക്കുള്ള തീറ്റ, തേങ്ങ പിണ്ണാക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചോറ് വേസ്റ്റ് അങ്ങനെയുള്ള കൂടിയിട്ടാണ് ഞാൻ കൊടുക്കണത്. പിന്നെ താറാവിന് മീനിന്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടൊരു ഫെർമെന്റേഷൻ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് മീനിന്റെ വേസ്റ്റ് 5 കിലോ മീനിന്റെ വേസ്റ്റ് മേടിക്കും. അതായത് മാർക്കറ്റിൽ പോയ മീനിന്റെ തലയൊക്കെ കിട്ടില്ല. അതില് നമ്മള് 1 കിലോന് 300 മില്ലി എന്നുള്ളതില് ഫോമിക് ആസിഡ് ഇല്ലേ, റബ്ബർ ടാപ്പ് ചെയ്യണ ആ സാധനം ഒഴിച്ചു വെക്കും. ഒഴിച്ച് അടച്ചു വെക്കും. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ഒരു പ്രത്യേക രീതിയിലുള്ള പ്രത്യേക സാധനങ്ങളായിട്ട് മാറും. അതിൽ പ്രോട്ടീൻ ഉണ്ട്, നല്ല സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനമാണ്. അത് എനിക്കൊരു ഡോക്ടർ പറഞ്ഞെന്താ. അപ്പൊ അത് ഞാൻ നന്നായിട്ട് ചെയ്യേണ്ടത്. അത് അധികം ആരും ചെയ്യണില്ല സാധനം. അത് ഞാൻ ബാക്കിയുള്ള തീറ്റയുടെ കൂടെ കൂട്ടി കൊടുക്കും. പിന്നെ ഈ കോഴി കാഷ്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് BSF ലാർവ എന്ന് പറയുന്ന സാധനം ഒന്ന് മുട്ടയിടും. അതില് കോഴിക്കാട്ടം പാത്രത്തിലേക്ക് വെക്കും ഞാൻ. കോഴിക്കാഷ്ട അതിൽ ഫുള്ളി സാധനം ഒന്ന് മുട്ടയിട്ട് ഒരു
10-20 ദിവസം കഴിയുമ്പോ ഫുള്ള് ലാർവയായി മാറും. അത് ഞാൻ അരിച്ചെടുത്ത് കഴുകി ഉണക്കി വീണ്ടും കോഴികൾക്ക് കൊടുക്കും. ഈ കാഷ്ടത്തിൽ നിന്ന് എനിക്ക് തീറ്റ കിട്ടുന്നതിൽ അതാണ് പ്രധാനം. കോഴി കാഷ്ടത്തിൽ നിന്ന് തന്നെ അതിന്റെ തീറ്റ BSF ലാർവ എന്ന സാധനം മുട്ടയിടും അതില്. അത് ഒരു 10 ദിവസം നമ്മൾ ഇട്ടാൽ മതി കോഴിക്കാട്ട, ഇത്തിരി വെള്ളം നനച്ചിട്ട്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു സൂത്രം കൂടെ അതെനിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല, അങ്ങനെ കണ്ടു. അപ്പൊ എടുത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സാധനം 20 രൂപയ്ക്കാണ് വെക്കണത് 10 എണ്ണത്തിന് ഞങ്ങള്. അപ്പൊ നോക്കിയപ്പോ സെയിം ഈ സാധനം തന്നെ ഈച്ച വന്ന് മുട്ടയിടുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അങ്ങനെ അത് ഒരു 5-6 കിലോനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഒറ്റ ട്രിപ്പില്. അത് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് വയ്ക്കും. വാതിരി ചെലവില്ലേ, കാഷ്ടത്തിൽ നിന്ന് സാധനം ഉണ്ടാവും. പക്ഷെ അത് നന്നായി തിന്നുകൊണ്ട് നന്നായിട്ട് മുട്ടയിട്ടുകൊണ്ട് കോഴികള് വിറക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജിതേഷേട്ടൻ കർഷകരുടെ അടുത്ത് പോകുമ്പോഴേ, ഇപ്പൊ നമ്മൾ ഒരുപാട് കർഷകരുടെ അടുത്ത് പോകുന്നു, അവരുടെ അനുഭവങ്ങൾ ചോദിക്കുന്നു. അപ്പൊ പലർക്കും പ്രയാസമായിട്ട് പറയുന്നത് തീറ്റ ചെലവാണ്. ഏതിനെടുത്താലും, പാടായാലും കോഴിയായാൽ പശു ആയാൽ ഏതായാലും വിവിധങ്ങളായിട്ടുള്ള കർഷകരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഉൽപാദന ചെലവ് അല്ലെങ്കിൽ തീറ്റ ചെലവ് വർദ്ധിക്കുകയാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ഉൽപാദനം ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിന് വില കുറവാണ് എന്നുള്ളതാണ്. അവിടെയാണ് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നു സ്വന്തമായി കസ്റ്റമൈസ് ചെയ്യുന്ന തീറ്റകളുടെ പ്രാധാന്യം നിലനിൽക്കുന്നുണ്ടാവുക അല്ലെ? ഇത് നല്ലൊരു പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണ് ഈ BSF ലാർവയുടെ സാധനം. അതുമാതിരി മീനിന്റെ വേസ്റ്റിൽ ഉണ്ടാവുന്ന സാധനം, അതൊക്കെ അതിന് മണം ഉണ്ടാവില്ല. അതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് അഴുകിയ മണമൊന്നും ഉണ്ടാവില്ല. അതിലൊരു ക്യൂബൊക്കെ വെച്ചിട്ടാണ് അതിൽ ഉണ്ടാക്കുക. പിന്നെ തേനീച്ച ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. തേനീച്ചയുടെ എത്ര കൂടുണ്ട്? തേനീച്ച ഇപ്പൊ മൊത്തം എന്റെ ഒരു 400-450 കൂടുണ്ട്. അത് പുറത്തെ സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. റബ്ബറും തോട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തേനുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് 2 കൂട് ഇവിടെ വെച്ചിരിക്കുന്നത്. വീട്ടില് ഈ അത്യാവശ്യത്തിന് ഇങ്ങനെ അടയൊക്കെ എടുത്ത് കഴിക്കുന്ന കുട്ടികളൊക്കെ വരുമ്പോഴേ അവർക്ക് അടോട് കൂടി കഴിക്കണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് മാവ് പാവ് അങ്ങനെയുള്ള തേനുള്ള സ്ഥലത്താണല്ലോ വെച്ചിട്ട്. അതെ. ഓക്കെ. ഈ 30 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോ, ഇങ്ങനെ സമ്മിശ്രമായി കൃഷി ചെയ്യുമ്പോ നമ്മുടെ കൃഷി രീതി അല്ലെങ്കിൽ നമ്മുടെ കൃഷി 7 വർഷക്കാലത്തെ യാത്രയിൽ ലാഭകരമാണോ? ലാഭകരമാണോ? എല്ലാ കൃഷിയും ഒന്നിനൊന്ന് ലാഭം എന്ന് പറയാൻ കഴിയുമോ? ചിലതില് നമുക്ക് ഒരു മീഡിയമായിട്ട് പോവും. അപ്പൊ ചിലതിന് കൂടുതൽ വരായി കിട്ടും. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി വെച്ച് നോക്കുമ്പോ നമുക്ക് സാധാരണ ഒരാൾക്ക് ജീവിച്ചു പോവാൻ പറ്റും. ഒരു കുടുംബം കഴിയാനുള്ള സാഹചര്യം ഉണ്ടോ? കിട്ടും. ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ 2 പശുവും, സഹിവാളിന്റെ ഒരു പശു, അതിന്റെ കുട്ടി, പിന്നെ ഒരു നാടൻ പശു, ഒരു 10ഓളം ആട്, ഒപ്പം തന്നെ ഒരു BV380 കോഴി വറവെണ്ണം ഉൾപ്പെടെയുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 30 സെന്റ് സ്ഥലത്ത് കഴിയാവുന്നതിന്റെ പരമാവധിയുള്ള എല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ അത് മതി. എനിക്ക് തോന്നുന്നു ഒരു കർഷകന് നന്നായി കൊണ്ടു നടക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിക്കാൻ അത് മതി, ഒരു കുടുംബത്തിന് ജീവിക്കാൻ അല്ലെ? അപ്പൊ ഈ ജോലിയോടൊപ്പം എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കാലത്ത് പുലർച്ചെ 4 മണിക്ക് എനിക്ക് പോകണം. ഞാൻ അമ്പലത്തിലാണ് ജോലി ചെയ്യണത്. അത് കഴിഞ്ഞ് ഞാൻ 11 മണി തിരിച്ചെത്തുമ്പോ അപ്പൊ കാലത്ത് എന്റെ ഭാര്യയും മക്കളും ഇവർക്കുള്ള തീറ്റകൾ മുഴുവൻ കൊടുത്തു പോകും. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങള് പുല്ലായാലും മക്കൊലായാലും ഇട്ട് കൊടുക്കലൊക്കെ തൊഴുത്ത് കഴിയലൊക്കെ ഞാൻ ചെയ്യണത്. തന്റെ 30 സെന്റ് സ്ഥലം എങ്ങനെയൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്രദമാക്കാൻ പറ്റും, അതിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വരുമാനം കണ്ടെത്താൻ കഴിയും, നൂതനമായിട്ടുള്ള കാർഷിക രീതികൾ എങ്ങനെ തന്റെ കൃഷിയിടത്തിൽ അനുവർത്തിക്കാൻ കഴിയും എന്നതൊക്കെ പരീക്ഷിച്ച് ആ പരീക്ഷണത്തിന് അവസാനം വലിയ വിജയം കണ്ട്, എന്നാൽ വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അയൽവക്കക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ നിയമപരമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നേരിട്ട് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രയാസമോ അല്ലെങ്കിൽ മാനസിക പ്രതിസന്ധിയോ ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിതേഷേട്ടൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ജിതേഷേട്ടന്റെ ഈ യാത്ര, കാർഷിക യാത്ര നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതിൽ നിന്ന് കുറേയധികം പുതിയ കർഷകർക്ക് പഠിക്കാനുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് സംശയത്തിനും നമ്മുടെ ജിതേഷേട്ടനെ വിളിക്കാം. ജിതേഷേട്ടൻ ജോലി സമയത്തല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ജിതേഷേട്ടന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള കാർഷിക രീതികളെ കുറിച്ചും നൂതനമായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞു തരാൻ ജിതേഷേട്ടൻ ഏത് സമയത്തും തയ്യാറ് തന്നെയാണ്. അപ്പോ ഇത് ഏറ്റവും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.